പിണറായി സർക്കാർ കഴിഞ്ഞ സെപ്റ്റംബർ 20 പമ്പാ തീരത്ത് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചിരുന്നു. ഇത് അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനും ഹിന്ദു സമൂഹത്തിൽ ഇടതുപക്ഷ സർക്കാരിനെതിരെ ഉണ്ടായ വികാരങ്ങളെ ശമിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു കുതന്ത്രമാണ് എന്നുള്ള നിലയിൽ നിരവധി ഹർജികൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ വന്നു. ഇതിനെ സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഹൈക്കോടതി നോക്കുമ്പോൾ സർക്കാർ തന്നെ ഈ ഒരു വലിയ ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ശരിയല്ല. ആളുകളുടെ ആരോപണം മുഖവിലക്കെടുക്കാനും പാടില്ല. പക്ഷേ കോടതി വളരെ പ്രസക്തമായൊരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ എക്സ്പെൻസ് ഒക്കെ ആരും മീറ്റ് ചെയ്യും എന്ന്. അപ്പോൾ സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടായ മറുപടി ഇതിന് സ്പോൺസർമാരുണ്ട് എന്നുള്ളതായിരുന്നു. കോടതി അതുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിയില്ല. ആഗോള അയ്യപ്പ സംഗമം നടന്നു. പക്ഷെ പിന്നീടാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന അയ്യപ്പ ക്ഷേത്രത്തിലെ സ്വർണ്ണ കൊള്ളയുടെ കഥകൾ പുറത്തു വരുന്നത്. കോടതിയും ഞെട്ടി, എല്ലാവരും ഞെട്ടി. അപ്പോ ഈ അയ്യപ്പ സംഗമം നടത്തിയത് തങ്ങൾ കാട്ടിക്കൂട്ടിയ ഈ കൊള്ളയുടെ കഥകൾ പുറത്തു വരാതിരിക്കാനും വന്നാൽ ലഘൂകരിക്കാനും വേണ്ടിയുള്ള ഒരു കുതന്ത്രം മാത്രമായിട്ടാണ്. അയ്യപ്പനോടുള്ള ഭക്തി കൊണ്ടല്ല ഈ സംഗമം നടത്തിയത് എന്നെല്ലാവർക്കും മനസ്സിലായി, കോടതിക്കും മനസ്സിലായി. കോടതി ഒരു പ്രസക്തമായ ചോദ്യം ചോദിച്ചു, ഈ സ്പോൺസർമാരൊക്കെ ആണ് പരിപാടി നടത്തുന്നത് എന്ന് പറഞ്ഞല്ലോ, പക്ഷേ അതിന്റെ കണക്കുകൾ എവിടെ? ദേവസ്വം ബോർഡ് പണം ചെലവാക്കേണ്ടി വന്നു, കേരള സർക്കാർ പണം ചെലവാക്കേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി കോടതി ആവശ്യപ്പെട്ടു. നേരത്തെ തന്നെ ഇതിന്റെ കണക്കുകൾ ഹാജരാക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ പരിഗണനയ്ക്ക് വന്നപ്പോൾ സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞത് ഞങ്ങൾക്ക് സമയം വേണമെന്നാണ്. കോടതിക്ക് വളരെയേറെ അതൃപ്തിയും നീരസവും ഉണ്ടായി. കാരണം കോടതിയുടെ നിർദ്ദേശങ്ങളെ വകവയ്ക്കാത്തൊരു രീതിയിലാണ് ഈ പോക്കെന്നും കോടതിയെ കബളിപ്പിക്കുന്ന രീതിയിലാണ് നടപടികളെന്നും മനസ്സിലാക്കിയ കോടതി 1 മാസത്തെ സമയം കൊടുത്തു. നമുക്കും അറിയാം, കോടതിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. ഈ 1 മാസത്തെ സമയം വാങ്ങിയത് സ്പോൺസർമാരെ കണ്ടെത്താനും അതുപോലെ കള്ളക്കണക്കുകൾ ഉണ്ടാക്കാനും ഒക്കെ വേണ്ടിയാണ് എന്ന്. ഏതായാലും സ്പോൺസർമാരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും ദേവസ്വം ബോർഡിനും സർക്കാരിനും യാതൊരു ബാധ്യതയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കോടതിയുടെ ഉറച്ച നിലപാട് വളരെ ശ്ലാഘനീയമാണ്. ജസ്റ്റിസ് രാജ വിജയരാഘവനും ജസ്റ്റിസ് PV ജയകുമാറും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് വളരെ സുധീരമായ ഈ കേസിന്റെ അന്വേഷണത്തിന്റെ മോണിറ്ററിംഗ് നടത്തുന്നത്. അവിടെ ഒരു കളികളും നടക്കില്ല എന്നുള്ളത് ഇതിനകം ഉറപ്പായി കഴിഞ്ഞു. എല്ലാവർക്കും പൂർണ്ണമായ വിശ്വാസം കോടതിയിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വിശ്വാസം കാത്തുരക്ഷിച്ചുകൊണ്ട് കോടതി കുറ്റക്കാരെ ശിക്ഷിക്കും. കളിച്ചവനെല്ലാം കളി പഠിക്കും. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.